ഓക്കെ, ഹലോ. അപ്പോൾ തമ്പനയിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, നമ്മുടെ ജോൺ ജോൺസ് ആശാൻ ഇങ്ങനെ പൊളിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചോ? തമ്പനയിലൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്താണ് ആ കഥ? അത് എന്താണ് അതിൻ്റെ പിന്നിലെ? എന്താണ് ജോൺസ് ഇത്രയും പൊളിച്ചിരിക്കുന്നത്? ഇങ്ങനെ കണ്ടിരുന്നല്ലോ തമ്പനയിൽ. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2009 നടക്കുന്നത് ഈ കഥ. ലാസ് വേഗസ് നെവാഡയിലാണ് ഈ കഥ നടക്കുന്നത്. അതെന്താന്ന് പറഞ്ഞാൽ ജോൺ ജോൺസ് ആ ഫൈറ്റിൽ തോക്കുവാണ്. അതാണ് ജോൺസ് അങ്ങനെ വിളിച്ചിരിക്കുന്നത്. ജോൺ ജോൺസ് തോക്കുന്നോ? അതെങ്ങനെ തോറ്റു? ആരാണ്? എന്താ അസംബന്ധമായി പറയുന്നത്? ആ സംഭവം ശരിയാണ്, ജോൺ ജോൺസ് തോറ്റു. പക്ഷേ ലിറ്ററലി തോറ്റതല്ല, ജോൺസിനെ ഡിസ്ക്വാളിഫൈ ചെയ്തതാണ്. ജോൺസ് ഡിസ്ക്വാളിഫൈ ചെയ്ത് തോറ്റുപോകുന്നതാണ്. അപ്പോൾ എന്താണ്, ആരായിരുന്നു എതിരാളി? എതിരാളി എന്ന് പറഞ്ഞാൽ മാട്ട് ഹാമിൽ എന്ന് പറഞ്ഞ ഒരു ഭാഗ്യമില്ലാത്ത ഒരു കക്ഷിയായിരുന്നു ആ എതിരാളി, ജോൺസിൻ്റെ എതിരാളി. അപ്പോൾ എന്താണ് ഭാഗ്യമില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോൺസിൻ്റെ ഇടി ശരിക്കും കൊണ്ടു. ഒരു വല്ലാത്ത രീതിയിൽ കൊണ്ടപ്പോഴാണ് റഫറി സ്റ്റീവ് മാസഗാട്ടി എന്ന് പറഞ്ഞ റഫറി, സ്റ്റീവ് മാസഗാട്ടി, അദ്ദേഹമാണ് റഫറി. അദ്ദേഹമാണ് ജോൺസിനെ ഡിസ്ക്വാളിഫൈ ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട്, നിങ്ങൾക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ കാണും, എന്തുകൊണ്ടാണ് ജോൺസ് ഡിസ്ക്വാളിഫൈ ആയത്? പറയാം. ജോൺസ് ഡിസ്ക്വാളിഫൈ ആയത് 12-6 എൽബോ എന്ന് പറഞ്ഞൊരു സംഭവം, 12-6 എൽബോ എന്നുള്ള ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് ജോൺസ് ഡിസ്ക്വാളിഫൈ ആയത്. അപ്പോൾ എന്താണ് ഈ 12-6 എൽബോ? 12-6 എൽബോ, സി, ഇത് നമ്മുടെ മാട്ട് ഹാമിൽ എതിരാളിയുടെ തലയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ എൽബോ ഇങ്ങനെ ഇത് അലൗഡാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി 12-6 എൽബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ. എന്താണ് 12-6 എൽബോ എന്ന് പറഞ്ഞാൽ? ഒരു ക്ലോക്ക് ഉണ്ടല്ലോ, ക്ലോക്കിൻ്റെ 12 മണി 6 മണി, 12 മണി 6 മണി. അപ്പോൾ ഇങ്ങനെ എൽബോ ഇങ്ങനെ ഈ ഇടിക്കുന്നത്. ആ സമയത്ത് UFC ലീഗൽ അല്ലായിരുന്നു. ഇപ്പോഴും ലീഗലല്ല, പക്ഷെ അത് എടുത്തു മാറ്റുമെന്ന് കേൾക്കുന്നു. അപ്പോൾ ജോൺ ജോൺസിൻ്റെ ആ ഒരു ലോസും പോകും എന്ന് കേൾക്കുന്നു. ജോൺസ് അതിനകത്ത് വിജയിക്കും. പക്ഷേ ഇതുവരെ അത് ഇല്ലീഗൽ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ അത് മാറ്റുമെന്ന് കേൾക്കുന്നു. അതോ മാറ്റം എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ആ സമയത്ത് 2009 അത് ലീഗൽ അല്ലായിരുന്നു. ഏത്? 12-6 എൽബോ ഇങ്ങനെ. അപ്പോൾ അത് ഇങ്ങനെ ഇടിക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കിപ്പോൾ എല്ലാം ഒരേപോലെ തോന്നുന്നത്. ഇങ്ങനെ ഇടിച്ചാലും എൽബോ തന്നെയാണ്, ഡേഞ്ചറസ് തന്നെയാണ്. പക്ഷേ ആ സമയത്ത് അവർക്കെന്തോ ബുദ്ധിജീവികൾക്ക്, MMA ബുദ്ധിജീവികൾക്ക് തോന്നി ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ ആണ് ഡേഞ്ചർ കൂടുതൽ എന്നുള്ളത്. അപ്പോൾ അതാണ് ജോൺ ജോൺസ് അത് ചെയ്തത്. 12-6 എൽബോ. മാട്ട് ഹാമിലിൻ്റെ തല ഏകദേശം തണ്ണിമത്തങ്ങ തുറന്ന പോലെ ആയിരുന്നു, ഫുൾ ബ്ലഡായിരുന്നു. സ്റ്റീവ് മാസഗാട്ടി ഉടനെ അത് ബ്ലോക്ക് ചെയ്തു. ജോൺ ജോൺസിനെ തോൽപ്പിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതാണ് ജോൺസ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അതിശയിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ തമ്പനയിലെ പിന്നിലുള്ള കഥ. മറ്റൊരു MMA ഗധ, നമ്മളെ സലീം ഏട്ടൻ പറയുന്ന പോലെ ഗധ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്, ടേക്ക് കെയർ. നമ്മുടെ ഇൻസ്റ്റാ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതിനകത്ത് ഈ എൽബോ വിശേഷങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റയുടെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഗൈസ്.